വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2025 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പ്രദേശത്തെ കുറിച്ചാണ്. ഈ 2025 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ 47ാമത്തെ സെഷൻ പാരീസിൽ നടക്കുകയുണ്ടായി. ആ സെഷനിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ്. ഈ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പിൽ ഉൾക്കൊള്ളുന്നത് 12 കോട്ടകളാണ്. അതിൽ ഒരു കോട്ട തമിഴ്നാട്ടിൽ നിന്നുള്ളതും ബാക്കി 11 മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോട്ടകളുമാണ്. അപ്പൊ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതില് തമിഴ്നാട്ടില് ഉള്ള കോട്ട ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് ഗിഞ്ചി കോട്ട എന്നാണ്. ഏതാണ് ഗിഞ്ചി കോട്ട? അതായത് ഗിഞ്ചി കോട്ടയുടെ പ്രത്യേകത തമിഴ്നാട്ടിലെ വില്ലുപുരം എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ വില്ലുപുരത്താണ് ഈ കോട്ട. ഈ കോട്ട തമിഴ്നാട്ടിലെ ചോള രാജാക്കന്മാര് പണി കഴിപ്പിച്ചതാണ്. അതായത് ബീജാപ്പൂർ സുൽത്താൻമാര്, അതുപോലെ തന്നെ ഫ്രഞ്ചുകാര്, ബ്രിട്ടീഷുകാര്, ഇവരൊക്കെ കൈവശം വെച്ചിരുന്ന ഈ കോട്ട മറാത്ത സാമ്രാജ്യം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആ മറാത്തകളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനമായിട്ടാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ മറാഠകളും അതുപോലെ തന്നെ മുഗളന്മാരും ഫ്രഞ്ചുകാരും ഒക്കെ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ മറാഠികളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? ഗിഞ്ചി കോട്ടയെ കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി മീറ്റിംഗ് അല്ലെങ്കിൽ 47ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ സെഷൻ 47ാമത്തെ സെഷൻ നടന്നു 2025. നടന്നത് എവിടെയാണ്? പാരീസിലാണ് നടന്നത്. പാരീസിൽ നടന്ന ഈ സെഷനിൽ ഇന്ത്യയിൽ നിന്ന് ഏത് പ്രദേശമാണ് ഉൾപ്പെട്ടത്? മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ്. എന്താണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോട്ടകളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അതിൽ ഒരെണ്ണം മാത്രം തമിഴ്നാട്ടിൽ നിന്നും, ബാക്കിയൊക്കെ 11 മഹാരാഷ്ട്രയിൽ നിന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇത് മറാത്ത സാമ്രാജ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോട്ടകളാണ്. പക്ഷെ മറാത്തീസ് മാത്രമല്ല, ബീജാപ്പൂർ സുൽത്താൻമാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ കൈവശം വെച്ചിട്ടുള്ള കോട്ടകൾ, അവരുടെയൊക്കെ കൈമുദ്ര പതിഞ്ഞ കോട്ടകളാണെന്നും കൂടി ഇവ പറയപ്പെടുന്നു. അതില് തമിഴ്നാട്ടിൽ നിന്നുള്ള കോട്ട ഏതാന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലെ ഈ കോട്ട ചോളന്മാര് പണിത കോട്ടയാണ്. കോട്ടയുടെ പേര് ഗിഞ്ചി കോട്ട എന്നാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോട്ടകളാണ് പഠിക്കാൻ പോകണം. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള ഗിഞ്ചി കോട്ടയാണ് ഒരെണ്ണം. രണ്ടാമത്തെ സിന്ധു ദുർഗ് എന്ന് പറയുന്ന കോട്ടയാണ്. അപ്പൊ നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോട്ടകളാണ് പഠിക്കണേ. രണ്ടാമത്തെ സിന്ധു ദുർഗാണ്. സിന്ധു ദുർഗ് എവിടെയുള്ളതാണ്? മഹാരാഷ്ട്രയിലുള്ളതാണ്. അറബിക്കടലില് കൊങ്കൺ പ്രദേശത്തിനടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിന്ധുദുർഗ് കോട്ട. സിന്ധുദുർഗ് കോട്ട ഒരു കടൽ കോട്ടയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സിന്ധുദുർഗ് കോട്ട ഒരു കടൽ കോട്ടയാണ്. അറബിക്കടലിൽ കൊങ്കൺ പ്രദേശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. സിന്ധുദുർഗ് കോട്ട എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അടുത്തത് റായ്ഗഡ് കോട്ട. ഏതാണ്? റായ്ഗഡ് കോട്ട. റായ്ഗഡ് കോട്ടയും എവിടെ തന്നെയാണ്? മഹാരാഷ്ട്രയിൽ തന്നെയാണ്. ഈ റായ്ഗഡ് കോട്ടയുടെ പ്രത്യേകത, ഈ കോട്ടയിൽ ശിവജി മഹാരാജാവിന്റെ സമാധി ഉണ്ട്. ഛത്രപതി ശിവജി നമുക്കറിയാം അല്ലെ? മറാത്ത സാമ്രാജ്യ സ്ഥാപകനായ ഛത്രപതി ശിവജിയുടെ, മറാത്ത വംശത്തിലെ പ്രസിദ്ധനായിട്ടുള്ള രാജാവായ ഛത്രപതി ശിവജി മഹാരാജാവിന്റെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്ന റായ്ഗഡ് കോട്ടയും എവിടെ ഉൾപ്പെട്ടു? യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറയാം. ഇനി ഈ കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കോട്ടയ്ക്ക് ഒരു പ്രധാന കവാടമുണ്ട്, മെയിൻ കവാടമുണ്ട്. കവാടത്തിന്റെ പേര് മഹാദർവാസ എന്നാണ്. അപ്പൊ മഹാദർവാസ റായ്ഗഡ് കോട്ടയുടെ പ്രധാന കവാടമാണ്. ചോദിക്കാം. ദർവാസ എന്ന് പറയുന്നത് റായ്ഗഡ് കോട്ടയുടെ പ്രധാന കവാടമാണ്. അപ്പോ നമ്മൾ ആദ്യം പഠിച്ചു ഗിഞ്ചി കോട്ട തമിഴ്നാട്ടിലാണ്, രണ്ടാമത് പഠിച്ചു സിന്ധുദുർഗ് കോട്ട മഹാരാഷ്ട്രയിലാണ്, മൂന്നാമത് പഠിച്ചു റായ്ഗഡ് കോട്ട, അതും മഹാരാഷ്ട്രയിലാണ്. ഇനി പറയുന്നതൊക്കെ മഹാരാഷ്ട്രയിലെ കോട്ടകളാണ്. നാലാമത്തത് നമ്മൾ രാജ്ഗഡ് കോട്ടയാണ് പഠിക്കണേ. രാജ്ഗഡ് കോട്ട എവിടെയാണ്? മഹാരാഷ്ട്രയിൽ തന്നെയാണ്. ശിവജിയുടെ കീഴിലുള്ള മറാത്ത സാമ്രാജ്യത്തിന്റെ ആദ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് രാജ്ഗഡ് ആണ്. അപ്പൊ ആദ്യം റായ്ഗഡ് പറഞ്ഞു, ഇപ്പൊ രാജ്ഗഡ് ആണ്. രാജ്ഗഡിന്റെ പ്രത്യേകത ശിവജിയുടെ കീഴിലുള്ള മറാത്ത സാമ്രാജ്യത്തിന്റെ ആദ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? രാജ്ഗഡ് ആണ്. അപ്പൊ നമ്മൾ 4 കോട്ട പഠിച്ചു.
ഇനി അഞ്ചാമത്തത് പ്രതാപ്ഗഡ് എന്നാണ് ആ കോട്ടയുടെ പേര്. എന്താണ്? പ്രതാപ്ഗഡ് ആണ്. അതായത് ബീജാപ്പൂർ സുൽത്താൻമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? ആ ബീജാപ്പൂർ സുൽത്താനായ അഫ്സൽ ഖാനു, ആരാണ്? അഫ്സൽ ഖാനു. അഫ്സൽ ഖാനുവും ആരും തമ്മില് നമ്മുടെ മറാത്തീസും തമ്മില് യുദ്ധം നടന്നു. അപ്പൊ ആ യുദ്ധത്തിലെ വിജയത്തിന്റെ സ്മാരകമായിട്ട് സത്താറ ജില്ലയിൽ കാണപ്പെടുന്ന കോട്ടയാണ് പ്രതാപ്ഗഡ് കോട്ട. ഏതാണ്? പ്രതാപ്ഗഡ് കോട്ട. അപ്പൊ 1659 ബീജാപ്പൂർ സുൽത്താൻ അഫ്സൽ ഖാനുമായിട്ട് ഉണ്ടായിട്ടുള്ള യുദ്ധത്തിലെ വിജയത്തിന്റെ സ്മാരകമായിട്ട് പണിതിട്ടുള്ളതാണ് ഇത് പ്രതാപ്ഗഡ് കോട്ട എന്ന് പറയപ്പെടുന്നത്. അടുത്തത് സുവർണദുർഗ് കോട്ടയാണ്. ഏതാണ് കോട്ട? സുവർണദുർഗ് കോട്ട. അടുത്ത കോട്ടയുടെ പേര് സുവർണദുർഗ് കോട്ട എന്നാണ്. കൊങ്കൺ തീരത്തോട് അടുത്ത് തന്നെയാണ് ഈ സുവർണദുർഗ് കോട്ട. ഇതും മറാത്ത സാമ്രാജ്യത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. പക്ഷെ നാവിക ശക്തിയുമായിട്ട് അല്ലെങ്കിൽ നാവിക നീക്കവുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോട്ട എന്ന് ചോദിച്ചാൽ സുവർണദുർഗ് കോട്ട. അപ്പൊ മറാത്ത സാമ്രാജ്യത്തിന്റെ നാവിക നീക്കങ്ങളുടെ പ്രധാന കേന്ദ്രമായിരുന്ന കോട്ടയാണ് സുവർണദുർഗ് കോട്ട. അപ്പൊ ഏതൊക്കെ കോട്ടകളാണ് നമ്മൾ പഠിച്ചത്? മറാത്ത സാമ്രാജ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിന്ധുദുർഗ് അല്ലെ, കടൽ കോട്ടയായ സിന്ധുദുർഗ്, ശിവജിയുടെ സമാധി സ്ഥലം കാണപ്പെടുന്ന റായ്ഗഡ്, മറാത്ത സാമ്രാജ്യത്തിന്റെ ആദ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്ഗഡ്, അതുപോലെ തന്നെ ബീജാപ്പൂർ സുൽത്താനുമായിട്ട് നടന്നിട്ടുള്ള യുദ്ധത്തിന്റെ സ്മാരകമായി, വിജയ സ്മാരകമായിട്ട് കണക്കാക്കുന്ന പ്രതാപ്ഗഡ്. അടുത്തത് എന്താണ്? മറാത്ത സാമ്രാജ്യത്തിന്റെ നാവിക നീക്കങ്ങളുടെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്ന സുവർണദുർഗ്. അപ്പൊ സിന്ധുദുർഗ്, റായ്ഗഡ്, രാജ്ഗഡ്, പ്രതാപ്ഗഡ്, സുവർണദുർഗ്, 5 കോട്ട നമ്മൾ മഹാരാഷ്ട്രയിൽ പഠിച്ചു. അടുത്തത് സൽഹേർ കോട്ട. എന്താണ് കോട്ടയുടെ പേര്? സൽഹേർ കോട്ട. ഇനി ഇത് മുഗൾ സാമ്രാജ്യവുമായിട്ട് പോരാട്ടം നടത്തിയിട്ട് അതിന്റെ വിജയത്തിന്റെ ചരിത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോട്ടയാണ് സൽഹേർ കോട്ട. അപ്പൊ മുഗൾ രാജാക്കന്മാരുമായിട്ട് മറാത്ത രാജവംശത്തിലുള്ള രാജാക്കന്മാര് യുദ്ധം നടത്തുകയും അതില് വിജയം വരികയും ചെയ്തതിന്റെ പരിണിത ഫലമായിട്ടുണ്ടായിട്ടുള്ള കോട്ടയാണ് സൽഹേർ കോട്ട. ഏതാണ്? സൽഹേർ കോട്ട. അടുത്ത കോട്ട ശിവനേരി കോട്ട. എന്താണ് കോട്ടയുടെ പേര്? ശിവനേരി. ഛത്രപതി ശിവജിയുടെ ജന്മസ്ഥലമായിട്ട് കണക്കാക്കുന്ന കോട്ടയാണ്. പൂനെയിലൊക്കെയാണ് ഈ കോട്ട കാണപ്പെടുന്നത്. ശിവനേരി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ശിവജിയുടെ ജന്മസ്ഥലം. നേരത്തെ നമ്മൾ സമാധി സ്ഥലത്തെ കുറിച്ച് പഠിക്കേണ്ട, ഇതെന്താണ്? ജന്മസ്ഥലം ശിവനേരി കോട്ട. ഇനി അടുത്ത കോട്ട ലോഹ്ഗഡ് കോട്ട. ഏതാണ് കോട്ടയുടെ പേര്? ലോഹ്ഗഡ് കോട്ട. ഈ കോട്ടയുടെ പ്രത്യേകത അവിടെ ജെയിൻ ബ്രാഹ്മി ലിഖിതങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുള്ള കോട്ടയാണ്. അപ്പോ മറാത്ത സാമ്രാജ്യത്തിലെ ജെയിൻ ലിഖിതങ്ങള്, ബ്രാഹ്മി ലിഖിതങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുള്ള കോട്ട ഏതാന്ന് ചോദിച്ചാൽ ലോഹ്ഗഡ് കോട്ടയാണ്. ലോഹ്ഗഡ് കോട്ട. അടുത്ത കോട്ടയുടെ പേര് കന്ധേരി കോട്ട. ഏതാണ്? കന്ധേരി. അതായത് മറാത്ത സാമ്രാജ്യത്തിന്റെ നാവിക ശക്തിയെ എടുത്തു കാണിക്കുന്ന ഒരു കോട്ടയുടെ പേരാണ് കന്ധേരി കോട്ട. അപ്പൊ നാവിക ശക്തിയെ കാണിക്കുന്ന കോട്ട എന്ന് പറയുന്നത് തീരപ്രദേശത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയായിരിക്കും. അപ്പൊ നാവിക ശക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോട്ടയാണ് ഏത്? കന്ധേരി കോട്ട. തീരപ്രദേശത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അടുത്തത് പൻഹാല കോട്ട. ഏതാണ്? പൻഹാല. അതായത് പൻഹാല കോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിൽഹാര എന്ന് പറയുന്ന ഒരു വംശം ഉണ്ടായിരുന്നു ഇന്ത്യയിലെ പണ്ട് കാലത്ത്. അപ്പൊ സിൽഹാര വംശത്തിലെ ഭോജ് രണ്ടാമൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു, രാജാവ്. അദ്ദേഹത്തിന്റെ കാലത്ത് പണിത കോട്ട പിന്നെ അത് മറാത്ത വംശത്തിന്റെ കീഴിലായിട്ട് മാറുകയാണ്. ആ കോട്ടയാണ് പൻഹാല കോട്ട. അപ്പോൾ സിൽഹാര വംശത്തിലെ ഭോജരാജാവ് പണിയുകയും പിന്നീട് മറാത്ത വംശത്തിലേക്ക് എത്തുകയും ചെയ്ത കോട്ടയാണ് പൻഹാല കോട്ട. ഏതാണ്? പൻഹാല കോട്ട. ലാസ്റ്റ് വൺ 11ാമത്തത് വിജയ്ദുർഗ് കോട്ട. ഏതാണ്? വിജയ്ദുർഗ് കോട്ട. നമ്മളിപ്പോ കൊങ്കൺ പ്രദേശത്തെ കോട്ടകൾ അല്ലെങ്കിൽ തീരപ്രദേശത്തെ കോട്ടകൾ ഒക്കെ പറയുമ്പോൾ അതില് കൊങ്കൺ തീരപ്രദേശത്തെ ഏറ്റവും പഴക്കം ചെന്ന കോട്ട എന്ന് പറഞ്ഞാൽ വിജയ്ദുർഗ് കോട്ടയാണ്. അതായത് ഈ വ്യാപാര നീക്കങ്ങളെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മറാത്ത സാമ്രാജ്യത്തിന്റെ കൊങ്കൺ തീരത്തെ ഏറ്റവും പഴയ കോട്ടയാണ് ഇത് വിജയ്ദുർഗ് കോട്ട എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ മഹാരാഷ്ട്രയിൽ മറാത്ത സാമ്രാജ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 11 കോട്ട പഠിച്ചു. ഒന്ന് സിന്ധുദുർഗ് കോട്ട, അടുത്തത് റായ്ഗഡ് കോട്ട, നെക്സ്റ്റ് വൺ രാജ്ഗഡ് കോട്ട, അടുത്തത് പ്രതാപ്ഗഡ് കോട്ട, നെക്സ്റ്റ് വൺ സുവർണദുർഗ് കോട്ട, അടുത്തത് സൽഹേർ കോട്ട, അടുത്തത് ശിവനേരി കോട്ട, നെക്സ്റ്റ് വൺ ലോഹ്ഗഡ് കോട്ട, അടുത്തത് കന്ധേരി കോട്ട, നെക്സ്റ്റ് വൺ പൻഹാല കോട്ട, 11th വൺ വിജയ്ദുർഗ് കോട്ട. ഇതൊക്കെ മഹാരാഷ്ട്രയിലാണെന്നും തമിഴ്നാട്ടിലുള്ള ഒരേ ഒരു കോട്ട ഇപ്പോ ഇടം നേടിയത് ഏതാണെന്നാ പറഞ്ഞത് നമ്മൾ ഗിഞ്ചി കോട്ട. അപ്പൊ തമിഴ്നാട്ടിലെ ഗിഞ്ചി കോട്ടയും ബാക്കി 11 മഹാരാഷ്ട്രയിലെ കോട്ടയും അടക്കം മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള
12 കോട്ടകളാണ് 2025 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയത് എന്ന് വളരെ ഭംഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കന്നെ വേണം കേട്ടോ. അതായത് ഇത് ഇപ്പോ ഒരുമിച്ച് ഇത് നമ്മളോട് ചോദിക്കില്ലെങ്കിലും ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ 2025 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത, താഴെ പറയുന്നതിൽ ഉൾപ്പെടാത്ത കോട്ട ഏതാന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ വേറെ രീതിയിൽ, അതായത് എന്താണ്, ഈ മറാഠികളും മുഗളരും ഫ്രഞ്ചുകാരൊക്കെ കൈവശം വെച്ചിരിക്കുന്ന കോട്ടകളിൽ താഴെ പറയുന്നതിൽ ഏത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഇത് അത്രയും പ്രധാനമാണ്, 2025 യുനെസ്കോ ലിസ്റ്റിൽ പെട്ടതാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ഒന്ന് ഓർത്തു വെക്കുക. നമുക്ക് ഇനി ഈ വരുന്ന പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ കൂടിയാണ് 2025 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയത് ഏത്. ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയതെന്ന് പറയുമ്പോൾ 12 കോട്ടകൾ എന്നല്ല നമ്മൾ പറയേണ്ടത്, ഒറ്റ കാര്യമായിട്ട് അതിനെ പറയണേ, മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് എന്നാ പറയുന്നത്. ഈ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പിന്റെ 2 കാറ്റഗറി ആയിട്ട് പറയുന്നു. ഒന്ന് 11 കോട്ടകൾ മഹാരാഷ്ട്രയിലുള്ളത്, മറാത്ത സാമ്രാജ്യത്തിന്റെ കീഴിലുള്ളത്. അതിൽ ഒരെണ്ണം മാത്രം മറാത്ത സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഗിഞ്ചി കോട്ട എവിടെ കിടക്കണു, തമിഴ്നാട് കിടക്കണു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ തമിഴ്നാട്ടിലുള്ള കോട്ട ഗിഞ്ചി കോട്ട, തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിൽ. ബാക്കിയൊക്കെ തന്നെ മഹാരാഷ്ട്രയിലെ പൂനെയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസസിലാണ് ഏറ്റവും കൂടുതൽ അത് കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതിനു മുമ്പ് എന്റെ ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികളാണ്, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികളാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ.